നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, നമ്മുടെ ഇന്ത്യയിൽ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പൈസ പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഥവാ നമ്മൾ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 10 ലക്ഷത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഇൻകം സോഴ്സ് ഇല്ലാത്ത ഒരു പൈസ നമ്മുടെ വീട്ടിൽ വെച്ചാൽ ഏകദേശം 84% നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ പൈസ ഉണ്ടെന്നുള്ളത് എങ്ങനെ ഗവൺമെൻറ്റിന് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏത് ഓഫ്ലൈൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും അതൊക്കെ ബാങ്കിന് അത് അറിയാൻ പറ്റും. അവരത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. അവർ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് റൈഡായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ വരും. എവിടെയാണ് ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു വരും. സോ നമ്മളെ നാട്ടിലിപ്പം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എമറാത്തികളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ യൂറോപ്യൻസിനേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നതൊക്കെ നമ്മളെ ഇന്ത്യൻസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നമ്മൾ സംസാരിക്കാം.